ലോകോത്തര മാതൃകയിൽ ഉള്ള വികസന പ്രവർത്തനങ്ങളുമായി വികസന പാതയിൽ കേരളം അതിവേഗം കുതിക്കുകയാണ്. ആ വികസന പ്രവർത്തനങ്ങൾ പലപ്പോഴും മറ്റ് സംസ്ഥാനങ്ങൾക്കും മറ്റിടങ്ങൾക്കും വലിയ മാതൃകയാവാറുണ്ട്. അത് പൊതുജനങ്ങളുടെ ജീവിതത്തിൻ്റെ സർവ്വ മേഖലയെയും സ്പർശിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മൾ കേരളത്തിൽ കാണുന്നത്. ആ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഓരോ മണ്ഡലത്തിലും എങ്ങനെ സ്വാധീനിച്ചു എന്ന് പരിശോധിക്കുകയാണ് കേരള വിഷൻ ന്യൂസ്. ശ്രീ കെ എൻ ബാലഗോപാൽ ഇന്നത്തെ എപ്പിസോഡിൽ ചേരുന്നു. അദ്ദേഹം കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ പങ്കുവെക്കുന്നതോടൊപ്പം തന്നെ സ്വന്തം മണ്ഡലമായ കൊട്ടാരക്കരയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് അദ്ദേഹം കൃത്യമായി പ്രേക്ഷകർക്ക് മുൻപിൽ പങ്കുവെക്കുകയാണ് കേരള വിഷൻ ന്യൂസിലൂടെ. കേരള വിഷൻ ന്യൂസിൻ്റെ കേരളത്തിൻ്റെ വികസനം സംബന്ധിച്ചുള്ള സംസ്ഥാനത്താകെ സഞ്ചരിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിപാടിക്കെല്ലാം ആശംസകൾ നേരുകയാണ്. കേരളത്തെ സംബന്ധിച്ച് ഏതൊരാൾക്കും അഭിമാനത്തോടു കൂടി കാണാൻ കഴിയുന്ന ധാരാളം നേട്ടങ്ങൾ ഈ കാലയളവിൽ കേരളത്തിലുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒരു ചരിത്രമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ചരിത്രം, ഒന്നാമത്തെ കാര്യം 5 വർഷത്തിലൊരിക്കൽ ഗവൺമെൻറ്റുകൾ മാറുന്ന ആ സ്വഭാവം മാറി ആദ്യമായിട്ടാണ് തുടർച്ചയായി 2 ഗവൺമെൻറ്റുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് രൂപവൽക്കരിച്ച പല പദ്ധതികളും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു. കൂടുതൽ പദ്ധതികൾ രൂപം കൊടുക്കാൻ കഴിഞ്ഞു. ഒരു ദീർഘകാലത്തേക്കാണ് എപ്പോഴും ഏത് സ്റ്റേറ്റിനും ഏത് രാജ്യത്തിനും പ്ലാൻ ചെയ്യേണ്ടത്. വിദ്യാഭ്യാസം ദീർഘകാലം കൊണ്ട് പ്ലാൻ ചെയ്യേണ്ടതാണ്. ആരോഗ്യരംഗം, അടിസ്ഥാന സൗകര്യങ്ങൾ ദീർഘകാലം കൊണ്ടാണ് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുക. നമ്മുടെ റോഡുകൾ, നല്ല ഫാക്ടറികൾ, നല്ല തുറമുഖങ്ങൾ തുടങ്ങി അടിസ്ഥാന സൗകര്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ജലസേചന പദ്ധതികളും കൃഷിയും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്യുന്നതിനൊരു പദ്ധതിക്ക് സമയം വേണം. അത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് എല്ലാം നടക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വളരെ എതിരായ സമീപനമാണുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. കാരണം വളരെ രാഷ്ട്രീയമായി വളരെ വേർതിരിവോടുകൂടി പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ കാണുന്നു എന്നുള്ള പ്രശ്നം എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഇപ്പോൾ പാർലമെൻറ്റിൽ നടക്കുന്ന വലിയ സമരങ്ങൾ പോലും ഇത്തരം പ്രശ്നങ്ങളെ പറ്റിയാണ് എന്നുള്ളത് തന്നെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ഈ കഴിഞ്ഞ 2 ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനം എന്നുള്ളത് കാണണം. എങ്കിലും ആ സാഹചര്യത്തെല്ലാം മറികടന്നുകൊണ്ട് കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ എല്ലാ പ്രാദേശിക പ്രദേശങ്ങളും തൊട്ട് എല്ലായിടത്തും വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ വന്ന തുറമുഖം, വിഴിഞ്ഞം തുറമുഖം എടുത്തു കാണിക്കേണ്ടതാണ്. ഇതെല്ലാം വരുമ്പോൾ അതിൻ്റെ ഗുണം എന്താ? എല്ലാ പ്രദേശങ്ങളിലും ഈ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് വരും. നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെയാണ് ഒന്നാമത്തെ കാര്യം. നല്ല റോഡ് വേണം. അപ്പം പഴയ ഇടുങ്ങിയ പാലങ്ങൾ മാറ്റി പുതിയ പാലങ്ങൾ വേണം. കെട്ടിടങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങളായാലും ആശുപത്രി കെട്ടിടങ്ങളായാലും സർക്കാർ ഓഫീസുകളും നല്ലത് വേണം. പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും, വില്ലേജ് ഓഫീസർ സ്മാർട്ട് വില്ലേജ് ഓഫീസാവണം. പക്ഷേ അത് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാണ്. വിദ്യാഭ്യാസം തീർച്ചയായിട്ടും അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആരോഗ്യം, അവരുടെ ആരോഗ്യം നോക്കാനാണ്. പക്ഷേ തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പഠിത്തമാണ് നടക്കുന്നത്. കൊട്ടാരക്കര IT പാർക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും കൊല്ലത്ത് IT പാർക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ സയൻസിൻ്റെ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള സയൻസ് പാർക്ക് ഒരെണ്ണം വരുന്നുണ്ട് കൊട്ടാരക്കര. അത് നമ്മളൊരു പ്രത്യേക ഫണ്ട് വെച്ചതാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് കൊട്ടാരക്കര മണ്ഡലത്തിലെ കരിയപ്പുറ പഞ്ചായത്തിലാണ്. അവിടെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ പുതിയ കെട്ടിടം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെയുള്ള മറ്റൊരു സ്കൂള് വാക്കനാട് സ്കൂളാണ്. ഇവിടെ കുഴിമതിക്കാട് സ്കൂളാണ്, വാക്കനാട് ഹൈസ്കൂൾ. അവിടെയും കിഫ്ബി പദ്ധതി ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപയുടെ 5 കോടിയുടെയും 7 കോടിയുടെയും 3 കോടിയുടെ ഒക്കെ സ്കൂളുകളാണ് പലയിടത്തും നിർമ്മിക്കുന്നത്. കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും മികവാർന്നതുമായ ഒരു ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് കുളക്കടയിലേത്. ഈ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും അതിൻ്റെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി വലിയ ഇടപെടലും സഹായവുമാണ് ബഹുമാനപ്പെട്ട കൊട്ടാരക്കര MLAയും കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ ശ്രീ കെ എൻ ബാലഗോപാലിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ബിൽഡിംഗ് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3,90,00,000 രൂപ മുടക്കി
പണി കഴിപ്പിച്ച ബിൽഡിംഗാണ്. ഇത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിനു വേണ്ടി നൽകുന്നതിനാണ് പുതുതായി ഈ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം നടത്തിയത്. നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ലോക നിലവാരത്തിൽ തന്നെ അവരുടെ ഭാഷാ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ലാംഗ്വേജ് ലാബ്, ഹൈടെക് ലാംഗ്വേജ് ലാബ് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി നമ്മുടെ വിദ്യാലയത്തിനകത്ത് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം വളരെ സുഗമമായി നടക്കുന്നുണ്ട്. ഈ സ്കൂളിൻ്റെ തൊട്ടടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഗ്രൗണ്ട് കാണാം. 1.5 കോടി രൂപയിലധികം മുടക്കി വലിയ സൗകര്യം, സ്കൂളിലെ ഗ്രൗണ്ട് ആധുനിക സൗകര്യങ്ങളുള്ള ഗ്രൗണ്ടാക്കുകയാണ്. അപ്പോൾ എനിക്കറിയാം, എൻ്റെ മണ്ഡലത്തിൽ തന്നെ എല്ലാ പഞ്ചായത്തിലും 7 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയാണുള്ളത്. എല്ലാ സ്ഥലത്തും നല്ല ഗ്രൗണ്ടുകൾ, ആധുനിക ഗ്രൗണ്ടുകൾ വരുന്നുണ്ട്. സ്കൂളുകളെല്ലാം നല്ല ബിൽഡിംഗ് വരുന്നുണ്ട്. അദ്ദേഹം MLA-യും മന്ത്രിയും ആകുന്നതിന് മുമ്പ് രാജ്യസഭാംഗമായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വിദ്യാലയത്തിന് വേണ്ടി ഓഡിറ്റോറിയം നവീകരണ പ്രവർത്തനം പൂർത്തിയാക്കി മനോഹരമായ ഒരു ഓഡിറ്റോറിയം അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച് നൽകുന്ന സാഹചര്യമുണ്ടായി. പിന്നെ ഈ വിദ്യാലയത്തിൻ്റെ കുട്ടികൾക്ക് വായനാശീലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾ കഴിഞ്ഞ വർഷവും സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമായി അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് ധാരാളം പുസ്തകങ്ങൾ ഇവിടെ നൽകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കമ്പ്യൂട്ടർ, പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായം ധാരാളമാണല്ലോ പുതിയ കാലത്തെ വിദ്യാഭ്യാസത്തിനും. അതിന് കമ്പ്യൂട്ടർ അനുബന്ധ സാമഗ്രികൾ ഇപ്പോൾ അലോട്ട് ചെയ്യുന്ന ഉടനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലയാണ് കേരളത്തിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും ഉയർന്ന ഏറ്റവും കൂടുതൽ +2 പിന്നെ ഹയർ സെക്കൻഡറിയിലും അതുപോലെ SLCക്കും കൂടുതൽ റിസൾട്ട് ഉണ്ടായ ജില്ല. അപ്പോൾ അങ്ങനെ അക്കാഡമിക്കലി നല്ല പശ്ചാത്തലമുള്ള ജില്ലയാണ്. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോഴാണെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷന് വേണ്ടി ധാരാളം സൗകര്യങ്ങളുണ്ട്. ഇതൊക്കെ നന്നായി നടക്കുന്നൊരു സ്ഥലമാണ്. കേരളത്തിലാകെയുള്ള ഡെവലപ്മെൻറ്റ് നല്ലതുപോലെ ഇവിടുത്തെ ജനങ്ങളും അത് ഏറ്റെടുത്ത് വളരെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് കേരളത്തിൽ. നാടിൻ്റെ ഈ വികസനം തങ്ങളുടെ ജീവിതത്തിൻ്റെ സർവ്വമേഖലയെയും ഗുണകരമായി ഭവിച്ചു എന്നാണ് നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരായ സാധാരണക്കാർ തന്നെ അതേക്കുറിച്ച് പ്രതികരിക്കുന്നു. കൊട്ടാരക്കരയിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 4 വർഷക്കാലമായി നടക്കുന്നത്. ഒന്ന്, കൊട്ടാരക്കരയിൽ പുതുതായി ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അതുപോലെ സോഹോ എന്ന അന്താരാഷ്ട്ര IT കമ്പനിയുടെ പ്രവർത്തനം കൊട്ടാരക്കരയിൽ ആരംഭിച്ചു. നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും കളിസ്ഥലങ്ങൾ നവീകരിക്കുന്നതിന് എല്ലാ പഞ്ചായത്തിലും 1 കോടിയിൽ പരം രൂപ നൽകി കളിസ്ഥലങ്ങൾ എല്ലാ പഞ്ചായത്തിലും നവീകരിച്ചു. ഇപ്പോൾ നിരവധിയായ റോഡുകൾ ഇവിടെ തന്നെ ഒരു അറക്കടവ് പാലം 16.5 കോടി രൂപ ചെലവഴിച്ചാണ് പൂർത്തീകരിച്ച് വെളിയത്തെ ITIക്ക് 5 കോടി രൂപ, നെടുമൺകാവിലെ തന്നെ വ്യാപാര സമുച്ചയം 5 കോടിയിൽ പരം രൂപ ചെലവഴിച്ച് 1 മാസത്തിനു മുമ്പാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഞങ്ങളുടെ ഗ്രാമപ്രദേശം ഇന്നിവിടെ ടൗൺഷിപ്പിൻ്റെ അത്ര രീതിയിലുള്ള വികസനമാണ് നടക്കുന്നത്. ഈ നമ്മൾ നിൽക്കുന്ന റോഡ് മുതൽ ഈ റോഡിൻ്റെ വീതി തന്നെ നോക്കും, ടൗണിൽ കൂടുന്ന NH റോഡിൻ്റെ അതേ വീതിയാണുള്ളത്. അങ്ങോട്ടുള്ള റോഡും അതേ രീതി 50 മീറ്റർ കഴിഞ്ഞാൽ പുതിയ റോഡ് ഇതേ വീതിയിൽ ശാസ്താംകടവ് പാലം ഉൾപ്പെടുന്ന റോഡ് അതിനുവേണ്ടി അദ്ദേഹം 2 കോടി ചില്ലറ രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് തൊട്ടപ്പുറത്ത് 100 മീറ്റർ കഴിയുമ്പോൾ അറക്കടവ് പാലം 16 കോടി ചില്ലറ 16 കോടി രൂപ അനുവദിച്ചാണ് വളരെ വൃത്തിയായിട്ട് നല്ല രാഷ്ട്രീയമായ രീതിയിൽ വലിയ പാലം പണിതിട്ടുണ്ട്. അത് എല്ലാ മേഖല ഞങ്ങളുടെ ഗ്രാമത്തിന് ചെറിയ റോഡുകളില്ല, പണിയാനും പ്രത്യേകിച്ച് റോഡില്ല. അത്രയ്ക്കും ഒരു കിലോമീറ്ററിനകത്ത് നമ്മുടെ മന്ത്രിയുടെ ഇടപെടൽ കൊണ്ട് വികസന പ്രവർത്തനങ്ങളെല്ലാം എന്നുള്ള വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. ഇങ്ങനെ കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും വലിയ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. നമ്മുടെ കൊട്ടാരക്കരയിലെ പുതിയ മാർക്കറ്റ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കിഫ്ബിയുടെ ഫണ്ടിലാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് വേഗത്തിൽ നടക്കുന്നുണ്ട്. ദീർഘകാലമായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഈ മാർക്കറ്റ് നല്ല ഒരു വൃത്തിയുള്ള ആധുനിക മാർക്കറ്റ് ആവുക എന്നുള്ളത്. കുറച്ചുകൂടി സൗകര്യപ്രദമായി 2 സൈഡിൽ കൂടെ വണ്ടി ഇറങ്ങാവുന്ന തരത്തിൽ കൂടുതൽ സൗകര്യത്തോടാണ് വരുന്നത്. 5-5.5 കോടി രൂപയുടെ ബഡ്ജറ്റിലുള്ള ഒരു വലിയ പദ്ധതിയാണ് കിഫ്ബിയുടെ. പിന്നെ മത്സ്യ മാർക്കറ്റൊക്കെ വരുമ്പോഴേക്കും ഇതിന് വേസ്റ്റ് എല്ലാം പ്രത്യേകം ട്രീറ്റ് ചെയ്യുന്ന പ്ലാന്റ് വരും, ദുർഗന്ധം ഉണ്ടാവാതിരിക്കാനുള്ള സൗകര്യങ്ങൾ വരും. ആധുനികമായിട്ടുള്ള ഫിഷ് മാർക്കറ്റാണ് വരിക. വിദ്യാഭ്യാസ രംഗത്ത് പുതിയ കുറേ സ്ഥാപനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ IHRDയുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അതുപോലെ MG യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട CPAS എന്ന് പറഞ്ഞൊരു ഏജൻസിയാണ്, കോപ്പറേറ്റീവ് ഏജൻസിയാണ്.
അവരുടെ വലിയ ഒരു പുതിയ ആധുനിക BSc നഴ്സിംഗ് കോളേജ്, നിലവിലുള്ള കൺവെൻഷനലായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമല്ല നടക്കുന്നത്. ഭാവി തലമുറയ്ക്ക് കൂടുതൽ ജോലി കിട്ടാൻ പറ്റുന്ന സാഹചര്യങ്ങൾ വരികയാണ്. യൂണിവേഴ്സിറ്റിയുടെ സെൻറ്ററുകൾ വരുന്നു. നമ്മുടെ പുതിയ ഇപ്പോൾ ഒരു സയൻസ് പാർക്കിൻ്റെ ഡെവലപ്മെൻറ്റ് ഇവിടെ തന്നെ വരുന്നു. സയൻസ് പാർക്ക് കഴിഞ്ഞ് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ആശുപത്രിക്ക് വലിയ വിപുലമായ സൗകര്യങ്ങൾ, അത് താലൂക്ക് ആശുപത്രി മാത്രമല്ല, പ്രാദേശികമായ PHSCയും CHSC ആയാലും വലിയ ആശുപത്രികളുണ്ട്. ആയുർവേദത്തിൻ്റെ ഒരു വലിയ ഹോസ്പിറ്റൽ ഇവിടെ ഇപ്പോൾ പണി കഴിക്കുന്നിടത്ത് ഞങ്ങളിന്ന് പോയിരുന്നു. 30 ബെഡുള്ള പുതിയ ഹോസ്പിറ്റൽ വരുന്നു. കരിയപ്രയിലാണെങ്കിൽ ദേശീയ അവാർഡ് കിട്ടിയ ഒരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. എന്ന് പറഞ്ഞാൽ യോഗ ഉൾപ്പെടെ ദൈനംദിനം ആളെ പഠിപ്പിക്കുന്ന. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ ഇടപെടലാണ് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഒരു ഭക്ഷണ ഹാൾ, അതിൻ്റെ ഒരു പ്രപ്പോസൽ പോയിട്ടുണ്ട്. ഒരു ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെ പ്രപ്പോസൽ. അപ്പോൾ അദ്ദേഹം അക്കാര്യങ്ങളെല്ലാം അനുഭവപൂർവ്വം പരിഗണിച്ചിട്ടുണ്ട്. B.Ed കേരള യൂണിവേഴ്സിറ്റിയുടെ B.Ed ട്രെയിനിങ് കോളേജ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് ഭാവിയിൽ ഇൻ്റഗ്രേറ്റഡ് B.Ed സംവിധാനമൊക്കെ ആയി മാറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കുറച്ചുകൂടി അടിസ്ഥാന സൗകര്യം വേണം. അതിനാവശ്യമായിട്ടുള്ള കെട്ടിടത്തിൻ്റെ സൗകര്യത്തെ സംബന്ധിച്ച് അദ്ദേഹം വന്ന് സ്ഥലമെല്ലാം ഇതിനിടയ്ക്ക് വന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഫണ്ട് അലോട്ട് ചെയ്യാമെന്നുള്ള നിലയിൽ വന്നിട്ടുണ്ട്. അപ്പം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തരത്തിലുള്ള ഒരു ശ്രദ്ധയും അതിനനുസൃതമായ ഇടപെടലുമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗമായി വരുന്നത്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചൊരു കുട്ടിക്ക് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഓസ്ട്രേലിയയിലോ പോയി പഠിക്കാൻ പറ്റണമെങ്കിൽ ഇവിടെ പഠിച്ചതിന് ബേസിക്കായ നല്ല വിവരമുള്ളവങ്ങളിൽ പോകാൻ പറ്റൂ. അങ്ങനെ പോകുന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസം മോശമായതുകൊണ്ടാണെന്നൊക്കെ പ്രതിപക്ഷം കൊട്ടിഘോഷിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അത് മാറി. അങ്ങനെ പോയിട്ട് മാത്രം കാര്യമില്ല. ജോലിക്ക് വേണ്ടിയിട്ടാണ് ആൾ പോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ജോലിയൊന്നും അങ്ങനെ എവിടെയെങ്കിലും കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് നമുക്ക് മുന്നോട്ട് വരണം. കേരളത്തിൽ ഇന്ത്യയിലെ ഏതൊരു സ്ഥലത്തുള്ളതിനേക്കാളും നമുക്ക് ജീവിത സാഹചര്യങ്ങളിൽ മെച്ചമുണ്ടെന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ആഭ്യന്തര വരുമാനം 1970 മുമ്പ് അല്ലെങ്കിൽ 70കളിൽ ഇന്ത്യയിൽ 100 രൂപ ഒരാൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ കേരളത്തിൽ 70 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിൽ 100 രൂപ ഒരാൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ കേരളത്തിൽ 140 രൂപ ഉണ്ട്. ശരാശരി വരുമാനം ഞാൻ പറഞ്ഞു. നമുക്ക് സാമൂഹ്യക്ഷേമ പദ്ധതികളുണ്ട്, നല്ല ധാരാളം മറ്റ് സ്കീമുകളുണ്ട്. നല്ല ജോലി വരുന്നതോടൊപ്പം തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് സാമൂഹ്യക്ഷേമത്തിന് വേണ്ടിയിട്ട് 1600 രൂപ പെൻഷൻ കൊടുക്കുന്ന പരിപാടിയുണ്ട്. 62 ലക്ഷം പേർക്കാണ്. 42 ലക്ഷം പേർക്കാണ് നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു വർഷം 5 ലക്ഷം വരെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയുള്ള സംസ്ഥാനമാണിത്. സമസ്ത മേഖലകളിലും കേരളത്തിലെ മികച്ച വികസന പ്രവർത്തനം കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഏറ്റവും ഉന്നതമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പിടിമുറുക്കത്തിലും കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി കൊട്ടാരക്കര മണ്ഡലത്തിലും സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. കൊട്ടാരക്കര ശ്രീധരൻ നായരും ഭരത് മുരളിയും വളരെ പ്രശസ്തരാണ് ഇന്ത്യയിലാകെ. കേരളത്തിൽ വളരെ പ്രശസ്തരാണ് അവരുടെ രണ്ടും നാട് ഈ കൊട്ടാരക്കരയാണ്. അവരുടെ പേരിലൊരു തിയേറ്റർ സമുച്ചയം ഇവിടെ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും ഈ വികസനത്തിൻ്റെ കാര്യങ്ങൾ എത്തുന്നുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹം ഒരു വിദ്യാർത്ഥി സംഘടന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പൊതുരംഗത്തേക്ക് വന്ന ആളാണെന്നുള്ളതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ താല്പര്യമാണ്. നല്ല ദിശാബോധത്തോടു കൂടി ഈ രംഗത്ത് കുട്ടികൾക്ക് പഠിക്കാൻ പുതിയ കാലഘട്ടത്തിനനുസൃതമായ എല്ലാ സംവിധാനങ്ങളോടും കൂടി ആ കാലഘട്ടത്തിലെ അറിവുകളാകെ സംശീകരിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഭൗതിക സൗകര്യങ്ങൾ വിദ്യാലയങ്ങൾക്കകത്ത് ഒരുക്കി കൊടുക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓരോന്നായി മികവ് ഉറ്റതായി വരുന്നുണ്ട് എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. ഇതുകൂടാതെ IT രംഗത്ത് കേരളം എല്ലാവരും ഇപ്പോൾ ശ്രദ്ധയോടെ നോക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു കമ്പനിയാണ് സോഹോ കോർപ്പറേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട ടെക് കമ്പനികളാണ്. അവരൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് അല്ല, ബേസിക്കായിട്ട് ഒരു ടെക്നോളജി പ്രൊഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കമ്പനിയാണ്. അവരുടെ സോഹോ കോർപ്പറേഷൻ്റെ IT പാർക്ക് ഇപ്പോൾ കൊട്ടാരക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. അതുമായി ബന്ധപ്പെട്ട് തന്നെ പുതിയ സ്ഥാപനങ്ങൾ പലതും അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ അവിടെ തന്നെ വർക്ക് നിയർ ഹോം എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ IT മേഖലയിലെ IT റിലേറ്റഡ് മേഖലയിലെ വർക്ക് നിയർ ഹോം കൊട്ടാരക്കര വരുന്നുണ്ട്. ഇത് കൊട്ടാരക്കര എന്ന് പറയുമ്പം നെടുത്തൂർ പഞ്ചായത്തിലാണ് ഈ സോഹോ. ഇങ്ങനെ പല കാര്യങ്ങൾ വരികയാണ്. കൊട്ടാരക്കര മണ്ഡലത്തിലാകെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഇടപെടലാണ്. സ്കിൽ പാർക്ക് കുളക്കടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മണ്ഡലത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നൈപുണ്യ പരിശീലന കേന്ദ്രമാണ്. ആ നൈപുണ്യ പരിശീലന കേന്ദ്രത്തെ
തൊഴിൽ പരിശീലന കേന്ദ്രം എന്നതിനപ്പുറത്തേക്ക് ഒരു മിനി പാർക്കായി, അതായത് ജോബ് പാർക്കായി ഉയർത്തിക്കൊണ്ടുവരുന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. അവിടെ വർക്ക് അറ്റ് നിയർ ഹോം ഉള്ള കൺസെപ്റ്റ്, അതനുസരിച്ച് അവിടെ ജോബ് നടക്കുന്നുണ്ട്. അമേരിക്കൻ കമ്പനിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തൊഴിൽ അവിടെ നടക്കുന്ന സാഹചര്യം, അതെല്ലാം അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി നമ്മുടെ ഈ ഗ്രാമീണ മേഖലയിലേക്ക് വന്നിട്ടുള്ളതാണ്. ഈ തൊഴിലുണ്ടാവാൻ പറ്റുന്ന കാര്യങ്ങളും തൊഴിൽ സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിൽ വേണം. അതിലേറ്റവും പ്രധാനം കൃഷിയിൽ നിന്ന് വാല്യൂ ആഡഡ് മൂല്യവർദ്ധനയുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം. കൃഷിക്കാർക്ക് കൂടുതൽ വരുമാനം കിട്ടുന്ന തരത്തിലേക്കുള്ള സംവിധാനങ്ങൾ വേണം. അതിനുള്ള കാര്യങ്ങൾ ചിലത് ആലോചിക്കുന്നുണ്ട്. ഫുഡ് പാർക്ക് അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇൻഡസ്ട്രി, വലിയ ഇൻഡസ്ട്രി മാത്രമല്ല, പഴയ കാലത്ത് കശുവണ്ടിയുടെ വലിയ മേഖലയായിരുന്നു നമ്മുടെ നാട്, കൊല്ലം ജില്ല പ്രത്യേകിച്ച്. കയറിൻ്റെ കുറച്ച് പ്രസ്ഥാനം ആലപ്പുഴയിലും കൊല്ലത്തിൻ്റെ തീരപ്രദേശങ്ങളിലുണ്ടാകും. ഈ പരമ്പരാഗത വ്യവസായങ്ങൾക്ക് ഇപ്പം വലിയ ഒരു തിരിച്ചടിയുണ്ട്. പ്രധാനമായും കശുവണ്ടി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങൾ, തോട്ടണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളും വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളും അവിടെ തന്നെ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങി. ഇവിടത്തെക്കാളും വില കുറച്ച് ആ സാധനങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുക, പരിപ്പ്. ഇത് നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ മേഖലകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യണം. നമുക്ക് നമ്മുടെ സാധ്യത അനുസരിച്ച് കുറേ പുതിയ ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ചിലത് ഗവൺമെൻറ് മാത്രമല്ല സ്വകാര്യ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ഇവിടെ വരുന്നുണ്ട്. അതും പ്രോത്സാഹിപ്പിക്കുന്നു നമ്മൾ. കാരണം കൂടുതൽ ആൾക്ക് തൊഴിൽ കിട്ടണം. നമ്മുടെ നാട്ടിലെ കുട്ടികളെല്ലാം പുറത്തു പോകുക എന്നല്ല വേണ്ടേ, ഇവിടെ ജോലി ചെയ്യണം. അതിനാണ് IT സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും പുറത്തേക്ക് പോകണ്ട. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞേക്കുന്നത്, ട്രംപ് പറഞ്ഞേക്കുന്നത് ഇങ്ങോട്ടാരും വരണ്ട, ഇവിടോട്ട് സാധനം വേണ്ടെന്ന്. അങ്ങോട്ടൊന്നും ദീർഘകാലം നോക്കുമ്പോൾ അങ്ങോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. നമുക്ക് ട്രംപിൻ്റെ അമേരിക്കയുടെ 5 ഇരട്ടി ആളുകളുണ്ട് ഇന്ത്യയിൽ. വികസന കുതിപ്പിൻ്റെ നേർക്കാഴ്ചകളാണ് കൊട്ടാരക്കര മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തുന്ന ആർക്കും കാണാൻ കഴിയുക. നമ്മുടെ വിവിധ റോഡുകൾ, ഇവിടെ വാക്കനാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിന്, അതുപോലെ വാക്കനാട് ഹൈസ്കൂളിന്, മുട്ര ഹൈസ്കൂളിന്, പൂയപ്പള്ളി നമ്മുടെ കുഴുമതിക്കാട് ഹൈസ്കൂളിന്, വെളിയത്ത് നമ്മുടെ സാംസ്കാരിക നിലയവും അനുബന്ധ സൗകര്യവും ഒരുക്കുന്നതിന് 3 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ സ്ഥലം അടക്കം അക്വയർ ചെയ്തുകൊണ്ടുള്ള നടപടികളാണ് നീങ്ങുന്നത്. വാപ്പാല FSC എല്ലാ പഞ്ചായത്തിലെയും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് പുതിയ കെട്ടിടം, എല്ലാമേ കൊട്ടാരക്കര KSRTC ഡിപ്പോ, അതിന് ഏതാണ്ട് 10 കോടി രൂപ. ശാസ്താംകടവ് പാലം, അത് പണി ഈ പാലം ഇന്ന് പൊളിക്കാനിരുന്നതാണ്. ആ പാലത്തിൻ്റെ പണിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി 5 കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുകൂടാതെ പ്രാദേശിക റോഡുകൾക്ക്, മൊത്ത റോഡുകളുടെ വികസനത്തിന് വേണ്ടി ആവശ്യത്തിലധികം പണം അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. മെമ്പർ പറഞ്ഞതുപോലെ സമാനതകളില്ലാത്ത വികസനമാണ് കൊട്ടാരക്കര മണ്ഡലത്തിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സംബന്ധിച്ച് ഏറ്റവും നല്ല റോഡുകളാണ് കേരളത്തിലാകെ. ഈ മണ്ഡലത്തിൽ നല്ല റോഡുകൾ പറയാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള നല്ല പുതിയ മാർക്കറ്റുകൾ, ലേറ്റസ്റ്റ് മാർക്കറ്റുകൾ. ഇപ്പോൾ നെടുമങ്ങാവ് ജംഗ്ഷനിൽ നിങ്ങളിതിലേ പോവുകയാണെങ്കിൽ അവിടെ വലിയ ആധുനിക സൗകര്യമുള്ള മാർക്കറ്റുണ്ട്. കൊട്ടാരക്കര ടൗണിൽ, പുത്തൂർ, എല്ലാ സ്ഥലത്തും പുതിയ മാർക്കറ്റുകൾ വരുന്നു, ഹൈടെക് മാർക്കറ്റുകൾ. അതുപോലെ സ്ഥാപനങ്ങൾക്ക്, മിക്കവാറും എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കുള്ള പുതിയ ഓഫീസുകളും സംവിധാനവും. MC റോഡ് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ് ഈ സ്കൂളിൻ്റെ ഭാഗമെന്ന് പറയുന്നത്. അപ്പോൾ ആ അപകടങ്ങൾ കുറച്ചുകൊണ്ട് വരുന്നതിന് വേണ്ടി നമ്മുടെ ഈ വിദ്യാലയത്തിൽ തന്നെ 1400-ലധികം കുട്ടികൾ പഠിക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. പിന്നെ സ്കിൽ പാർക്ക്, ആയുർവേദ ആശുപത്രി, AE ഓഫീസ്, സഹകരണ ബാങ്ക്, LP സ്കൂള്, BRC, KSCB ഓഫീസ്, അങ്ങനെ ധാരാളം സർക്കാർ ഓഫീസുകൾ കൂടി ഈ ചുറ്റുവട്ടത്ത് ഉണ്ട്. അപ്പോൾ ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് MC റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് യാത്ര സുഗമമാക്കുന്നത്, MC റോഡ് ക്രോസ് ചെയ്ത് യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാലയത്തിന് മുമ്പിൽ തന്നെ ഒരു മേൽപ്പാലം, നടപ്പാലം, അത് അനുവദിച്ച് 89 ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ നിർമ്മാണം ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹം ഇവിടെ വന്ന് നൽകിയിട്ടുള്ള ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പദ്ധതി പ്രവർത്തനമെല്ലാം ഏതാണ്ട് പൂർത്തീകരിച്ച് അതിൻ്റെ നിർമ്മാണത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ വലിയ രൂപത്തിലുള്ള ഇടപെടലാണ് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട്. ഇവിടെ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു നാടാണ്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യണം. അതിനായിട്ട് ടെക്നിക്കൽ രംഗത്ത് ധാരാളം പുതിയ ജോലി വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഈ പറഞ്ഞ മാത്രമല്ല, കൊട്ടാരക്കര വെച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനി, ചിപ്പ് മേക്കിംഗ്,
അതിൻ്റെ പേര് നേത്ര സെമി എന്നാണ്. ആ കമ്പനിയിൽ 117 കോടി രൂപ സോഹോ കോർപ്പറേഷൻ നിക്ഷേപിച്ചത് കൊട്ടാരക്കരയിലെ അവരുടെ യൂണിറ്റിൻ്റെ അവിടെ വെച്ച് വന്ന ചർച്ചയുടെ ഭാഗമായിട്ടാണ്. നേത്ര സെമി എന്ന് പറയുന്ന സെമി കണ്ടക്ടർ സ്ഥാപനം വളരെ നല്ലതാണെന്നുള്ളതുകൊണ്ടാണല്ലോ സോഹോ കോർപ്പറേഷൻ അതിനകത്തേക്ക് നിക്ഷേപിച്ചത്. അങ്ങനെയുള്ള ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ നാടിനെ ആ തരത്തിൽ പുരോഗമിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള പശ്ചാത്തലം ഉണ്ടാക്കുന്നത് വളരെ പ്രധാനമാണ്. അതിന് കുറേ കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പിന്നീട് ഇപ്പോൾ ഡ്രോൺ ഉണ്ടല്ലോ, ഡ്രോൺ റിസർച്ച് പാർക്ക് IIT-യുമായി ചേർന്നുകൊണ്ടൊരു റിസർച്ച് പാർക്ക് കേരളത്തിൽ ഒരെണ്ണം ആരംഭിക്കുന്നു. അത് കൊട്ടാരക്കരയാണ് അതിൻ്റെ സ്പേസ് കണ്ടേക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ധാരാളം കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ധാരാളം ജോലി സാധ്യത കിട്ടും. എൻ്റെ അഭിപ്രായത്തിൽ അവർ അത്യാവശ്യം ലോകമെല്ലാം കാണട്ടെ, അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ പോട്ടെ. പക്ഷേ ആത്യന്തികമായി നമ്മുടെ നാട് അതിനേക്കാളൊക്കെ മെച്ചപ്പെട്ട തരത്തിൽ മാറുന്ന നാടാണ്, മാറിക്കൊണ്ടിരിക്കുന്ന നാടാണ്. ഇവിടെ അതൊക്കെ കണ്ടിട്ട് ഇവിടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. PSC-യിൽ ഇന്ത്യയിലാകെ നടക്കുന്ന അപ്പോയിൻമെൻറ്റ് അതിൽ 60% കേരളത്തിലാണ്. ബാക്കി ഒരൊറ്റ സംസ്ഥാനത്ത് ഇപ്പോൾ PSC അപ്പോയിൻമെൻ്റ് ഇല്ല, എല്ലാം കോൺട്രാക്റ്റാണ്. ഇങ്ങനെയൊക്കെയുള്ള നാടാണിത്. ആ നാട് എൻ്റെ ഒരു നന്മകൾ നമ്മൾ സംരക്ഷിക്കണം. ലോകത്ത് എവിടെ ജീവിക്കുന്നതിനേക്കാളും സമാധാനമായിട്ട് ജീവിക്കാം. ഇവിടെ ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. പള്ളിപ്പാം, അമ്പലത്തിപ്പാം, മോസ്കിപ്പാം. പ്രാർത്ഥിക്കുന്നതിന് ആരും തടസ്സമൊന്നുമില്ല. വഴി കൂടെ നടക്കുന്നതിന് തടസ്സമില്ല. ലോഹ ഇട്ട് പോകുന്നതിനും ലോഹ ഇല്ലാതെ പോകുന്നതിനും കേരളത്തിൽ തടസ്സമില്ല. ഇന്ത്യയിലെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാവർക്കും അഭിപ്രായം പറയാൻ സാധ്യതയുള്ളതാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ജീവിക്കാൻ പറ്റേണ്ടതാണ്. അങ്ങനൊരു സാഹചര്യം കൂടിയാണ് കേരളത്തിൽ. ലോകത്ത് പലയിടത്തും അശാന്തിയുടെ അന്തരീക്ഷമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നാടിനെ ഇതുപോലെ സംരക്ഷിക്കണം നമ്മൾ. അതിനൊരു പുരോഗമന രാഷ്ട്രീയവും നവോത്ഥാനത്തിൻ്റെ പശ്ചാത്തലവും പ്രധാനമാണ്. അതില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. അതുള്ളൊരു നാട്ടിൽ കൂടുതൽ ആൾക്ക് നന്നായി ജീവിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് വേണം. നേരത്തെ അങ്ങനല്ല. ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസം ഒന്നിനും കൊള്ളൂല, എല്ലാവരും പുറത്തു പോകാമെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. വിദ്യാഭ്യാസം കൊള്ളാവുന്നതുകൊണ്ടാണല്ലോ കുഴിമതിക്കാട് സ്കൂളിൽ പഠിക്കുന്ന ആൾക്ക് ഇംഗ്ലണ്ടിൽ പോയി പഠിക്കാൻ പറ്റുന്നത്. ഇവിടെ പഠിച്ച ആൾക്ക് അവിടെ പഠിക്കണമെങ്കിൽ ഇവിടുത്തെ പഠിത്തം ബേസ് ഉള്ളതുകൊണ്ടല്ലേ. എനിക്ക് ചുമതലയുള്ള വകുപ്പിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു വലിയ പദ്ധതിയുണ്ട്, പരിപാടി ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയാണ് അനൗൺസ് ചെയ്തത്. KSFE 1 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് ആർജിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ നോൺ ബാങ്കിങ് സ്ഥാപനമായി വളർന്നു. അതിൻ്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രിയാണ് നടത്തിയത്. അങ്ങനെ എല്ലാ മേഖലയിലും നമുക്ക് നല്ല മാതൃകകളുണ്ട്. അത് കൂടുതൽ ശക്തമാക്കാനായിട്ടുള്ള ശ്രമമാണ്. വികസനത്തിനകത്ത് രാഷ്ട്രീയമായ വ്യത്യാസം പാടില്ല. കാരണം ഈ വികസനമൊക്കെ എല്ലാവർക്കും കിട്ടേണ്ടതാണ്, എല്ലാവർക്കും ഉണ്ട്. ഇപ്പം നല്ല പണ്ട് കേരളത്തിൽ ബിസിനസ് നടത്താൻ പറ്റില്ല, ഇവിടെ അതിന് പറ്റുന്ന സ്ഥലമല്ല എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറിയല്ലോ. ലോകത്തെ പല സ്ഥലങ്ങളിലേക്കും അയക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതുപോലെ ഓരോ സ്ഥലത്തും ഉണ്ട്. ആ സാധ്യത നമുക്കുണ്ട്. അപ്പോൾ വികസനം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ നമ്മളല്ലെങ്കിൽ സംസാരിച്ചതുപോലെ ചില റോഡുകളും പാലങ്ങളും മാത്രമല്ല, നമ്മുടെ ആളുകൾക്ക് തൊഴിൽ കണ്ടെത്താൻ, പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ, പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരാൻ ഒക്കെ പറ്റുന്ന സാഹചര്യമാണ്. അതിനുള്ള അന്തരീക്ഷമാണ്. അപ്പോൾ ഇതെല്ലാവർക്കും കിട്ടത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളും പരിപാടികളുമാണ് വേണ്ടത്. അത് നന്നായി നടക്കുന്നുണ്ട്. നടക്കണം, ഇനിയും കൂടുതൽ നടക്കണം. അതാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടും ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. പിണറായി വിജയൻ ഗവൺമെൻറ്റിനും മന്ത്രി KN ബാലഗോപാലിനും നമ്മുടെ ഈ നാട്ടുകാരുടെ എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞ ഈ വാക്കുകൾ പോലെ കേരളത്തിലെ വികസനത്തിന് രാഷ്ട്രീയമില്ല. അതിനുമപ്പുറമാണ് കേരളത്തിൻ്റെ വികസനം. ആ വികസനത്തിൻ്റെ മഹത്തായ കാഴ്ചകൾ തന്നെയാണ് കൊട്ടാരക്കരയിൽ നിന്നും നമ്മൾ കണ്ടതും. വീണ്ടും മറ്റൊരു മണ്ഡലത്തിൻ്റെ വികസന വിശേഷങ്ങളുമായി നമുക്ക് കണ്ടുമുട്ടാം.